വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള 2 ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വേണം. അതുപോലെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ചാർജറിൻ്റെ വയറാണ് കേട്ടോ. അപ്പോൾ ചാർജറിൻ്റെ വയറിൻ്റെ കളറ് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ഭാഗം നല്ല കളറുണ്ട്, മറ്റേ ഭാഗത്ത് ഫുള്ള് എന്താ പറയുക ചെളിയൊക്കെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോക്കാനുള്ള ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു പേപ്പർ എടുക്കുക. അതിന് ശേഷം അതിൽ നമ്മളെ കയ്യിൽ ഏത് ടൂത്ത് പേസ്റ്റാണോ ഉള്ളത് അതാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ടൂത്ത് പേസ്റ്റിൻ്റെ ഭാഗം ഇതേപോലെ നമുക്കിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അങ്ങനെ ആ വലിക്കുന്ന സമയത്ത് അതിലുള്ള ചെളിയൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ പിന്നെ ചാർജറിൻ്റെ വയറ് നല്ല അടിപൊളി നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക കേട്ടോ, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ചേഞ്ചസ് കണ്ടോ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കണ്ടില്ലേ, മാറ്റം കണ്ടില്ലേ, അത് ക്ലീനാക്കിയ ഭാഗവും മറ്റേ ഭാഗമായിട്ട് നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാർജർ നല്ല രീതിയിൽ ക്ലീനായിട്ട് തന്നെ കിട്ടും. നമ്മളിത് വയറ് തുടച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവസ്ഥ കണ്ടോ, ആ പേപ്പറിൻ്റെ അവസ്ഥ എത്രമാത്രം ചെളി അതിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രയും ചെളി നമ്മുടെ പിന്നെ ചാർജറിൻ്റെ വയറുമെന്ന് ആ പേപ്പറിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എത്രമാത്രം ക്ലീൻ ആവുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതാ അങ്ങനെ നന്നായിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർജറിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. ആ പേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് നമ്മളെ വയറ്. ഇനി നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ചെറിയൊരു നനവുള്ളൊരു തുണി വെച്ചിട്ടാണ് ഞാൻ തുടച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഷോക്ക് അടിക്കുക അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉള്ളവർ ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഇത് ചാർജറിൻ്റെ വയറ് നല്ല എന്താ പറയുക നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളിതാ വാഷിംഗ് മെഷീനിൽ കവർ ഇട്ടാൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ വെറുതെ ഇതേപോലെ 2 പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അലക്കി എടുക്കാൻ കഴിയും കേട്ടോ. നമ്മൾ ഈ അലക്കുന്ന സമയത്ത് പിന്നെ അലക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് തുണികളൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. എല്ലാം കൂടെ ചൊറഞ്ഞ് പിടിച്ച് വലിച്ചെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഓട്ടോമാറ്റിക് മെഷീനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്ന സമയത്ത് ഡ്രസ്സ് അലക്കാനിടുന്ന സമയത്ത് ഇങ്ങനെ ഒന്നിച്ച് എല്ലാ ഡ്രസ്സും കൂടെ ഒന്നിച്ച് വാരിയിടാതെ ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ കുറേ നമ്മുടെ ആ വലിച്ചെടുക്കുന്നത് പിന്നെ ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്നതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഡ്രസ്സ് തന്നെ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത് നിറച്ചും ഉണ്ട് കേട്ടോ. എന്നിട്ടും നമുക്ക് അലക്കി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഒന്നിച്ച് എല്ലാം കൂടെ വാരി ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ ഇടാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഡ്രസ്സ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് ഒഴിച്ച് ഒന്നടച്ച് നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ ഇട്ടതിന് ശേഷം ഇതേപോലെ 2 കവർ 2 സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും വേസ്റ്റാക്കി കളയുന്ന കവർ ഏതെങ്കിലും ഒന്ന് മതി. നന്നായി കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം ഇങ്ങനെ പിന്നെ വാഷിംഗ് മെഷീനിലിടാനായിട്ട് മാറ്റി വെച്ചാൽ മതി.
അപ്പോൾ ഇതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതൊന്ന് ഓണാക്കി കൊടുക്കാം. അങ്ങനെ ഞാനിതാ ഇപ്പം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വെള്ളം വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വെള്ളം ഓണാവുന്നതും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി അലക്കിയതിന് ശേഷം നോക്കാം. അപ്പോൾ സാധാ മെഷീനിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ടാൽ ഡ്രസ്സൊക്കെ ഒന്ന് ചൊറഞ്ഞു പോവാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ സക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കലിവിടെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഷാളൊക്കെ എത്ര പെട്ടെന്നാലേ കിട്ടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പ്രൂഫ് സഹിതമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ അലക്കുന്ന സമയത്ത് 2 കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് വലിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ബുദ്ധിമുട്ട് വലിക്കുന്നതെന്ന്. അത് എൻ്റെ ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ ഞാൻ ഇത് വലിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കണ്ടിട്ടില്ലേ, എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് കവറ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടാലുള്ള യൂസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിട്ടുള്ള കവറ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ആവശ്യാനുസൃതം നമ്മൾ അലക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കവറിന്. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്